9 ഹെയർപിൻ വളവുകളുള്ള താമരശ്ശേരി ചുരത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സമയം 9 മണി ആയതുകൊണ്ട് തന്നെ വയറിനുള്ളിൽ നിന്നും വിശപ്പിന്റെ നിലവിളി ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. 4-മത്തെ ഹെയർപിൻ വളവിൽ ഞങ്ങൾ കാർ നിർത്തി ചായയും കാടമുട്ടയും പൊരിച്ച പത്തിരിയും കഴിച്ച് വയറിന് താൽക്കാലിക ശമനം നൽകി യാത്ര ആരംഭിച്ചു. ലക്കിടി വ്യൂ പോയിന്റിൽ കാർ നിർത്തി വീഡിയോ എടുത്തു. വീണ്ടും യാത്ര ആരംഭിച്ചു. വയനാട് ജില്ലയുടെ എൻട്രൻസ് തന്നെ വലിയ ഒരു കമാനം സ്വാഗതം വിളിച്ചോതി തലയെടുപ്പോടെ സഞ്ചാരികളെ സ്വീകരിക്കുന്നതിനായി കാത്തിരിക്കുന്നുണ്ട്. പലതവണ വയനാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും കരിന്തണ്ടൻ മൂപ്പനെയും ചങ്ങലമരവും കാണാൻ സാധിച്ചിട്ടില്ല. ഇന്നത് കണ്ടേ അടങ്ങൂ എന്നായി ഞാൻ. ഗൂഗിൾ മാപ്പ് നോക്കി കുറച്ചു മുൻപോട്ട് പോയി. ആദ്യം 5 മിനിറ്റ് കാണിച്ച ഗൂഗിൾ മാപ്പ് പിന്നീട് 15 മിനിറ്റ് കാണിച്ചു. പന്തികേട് തോന്നിയ ഞാൻ കാർ നിർത്തി ആരോടെങ്കിലും ചോദിച്ചു നോക്കാം എന്നായി. അവിടെയുള്ള ഒരു അമ്മയോട് ചോദിച്ചപ്പോൾ നിങ്ങൾ വന്ന വഴിയിൽ തന്നെയാണ്, തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് എന്നെ ഒന്ന് നോക്കി. ഞാൻ തീർത്തു പറഞ്ഞു കണ്ടിട്ടേ പോകൂവെന്ന്. വണ്ടി തിരിച്ചു. ഞങ്ങളുടെ നിരീക്ഷണ പാടവം വളരെ മോശമാണെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. കാരണം ചുരം കഴിഞ്ഞ് കുറച്ചു മുൻപോട്ട് വന്നാൽ റോഡരികിൽ തന്നെ കരിന്തണ്ടൻ മൂപ്പന്റെ പ്രതിമ തലയുയർത്തി ഗാംഭീര്യത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. തലശ്ശേരി ചുരത്തിന്റെ പിറവിയും മൂപ്പനെക്കുറിച്ചും പറയാതെ പോയാൽ വയനാടൻ യാത്ര അപൂർണമാവും. കേൾക്കാം കരിന്തണ്ടൻ മൂപ്പനെയും താമരശ്ശേരി ചുരപ്പിറവിയും. 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വയനാട്ടിലെ ആദിവാസി പണിയൻ വിഭാഗത്തിലെ ഒരു കാരണവരായിരുന്നു കരിന്തണ്ടൻ. കോഴിക്കോട് വയനാട് പാതയിലുള്ള താമരശ്ശേരി ചുരത്തിന്റെ പിതാവായാണ് കരിന്തണ്ടനെ ആദിവാസികൾ കാണുന്നത്. എഴുതപ്പെട്ട രേഖകളൊന്നും ലഭ്യമല്ലെങ്കിലും ആദിവാസികൾക്കിടയിലുള്ള വായ്മൊഴി കഥകളിലൂടെ തലമുറകളായി പകർന്നുവന്ന അറിവാണ് നിലവിലുള്ളത്. ടിപ്പുവിന്റെ സാമ്രാജ്യം കീഴടക്കാൻ വയനാട് വഴി മൈസൂരിലേക്ക് ഒരു പാത നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്ന കാലം പല മാർഗങ്ങളും ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. പാതയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പല ഇംഗ്ലീഷുകാരും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വയനാടൻ കുന്നുകളുടെ അടിവാരത്ത് ആടുമേച്ച് നടന്നിരുന്ന അജാനബാഹുവായ കരിന്തണ്ടനെ കണ്ടതോടുകൂടി മൈസൂരിലേക്കുള്ള പാത സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി തുറന്നു. കാടിന്റെ മുക്കും മൂലയും മനപ്പാടമായിരുന്ന കരിന്തണ്ടന്റെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പാത തേടി മുന്നേറി. അടിവാരത്തിൽ നിന്ന് ലക്കിടിയിലേക്കുള്ള ആ എളുപ്പവഴി കണ്ടെത്തിയപ്പോൾ ബ്രിട്ടീഷ് സംഘം സന്തോഷം കൊണ്ട് മതിമറന്നു. പുതിയൊരു ചരിത്രപാത അവിടെ തുറക്കുകയായിരുന്നു. സ്വേച്ഛാധിപതികളായ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾക്ക് ഒരു ആദിവാസിയുടെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നത് അവരുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായി തോന്നി. ഈ പാത കരിന്തണ്ടൻ മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുക്കുമോ എന്ന ചിന്തയും ബ്രിട്ടീഷുകാരെ അലട്ടി. ഒടുവിൽ അവർ തീരുമാനിച്ചു കരിന്തണ്ടൻ ഇനി ജീവിച്ചിരിക്കണ്ട എന്ന്. കരിന്തണ്ടന്റെ മുന്നിൽ നിന്ന് നേർക്കുനേർ ഏറ്റുമുട്ടാൻ ഒരു വെള്ളക്കാരനും ധൈര്യമുണ്ടായിരുന്നില്ല എന്നും അവർ ഉപയോഗിക്കുന്ന ചതിയുടെ മാർഗം ഇവിടെയും പ്രയോഗിച്ചു. പണിയ ഗോത്രത്തിന്റെ തലവനായ കരിന്തണ്ടന് അധികാരസ്ഥാനത്തിന്റെ അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു. പവിത്രമായ ഈ വള ഉറങ്ങുന്നതിന് മുമ്പ് ഊരിവയ്ക്കുകയും സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ഭക്തിയോടുകൂടി ധരിക്കുന്നതും പതിവായിരുന്നു. ഒരു ദിവസം കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊരിവച്ചിരുന്ന വള വെള്ളക്കാർ കൈക്കലാക്കി. ഉണർന്നെണീറ്റ കരിന്തണ്ടൻ തന്റെ അധികാരത്തിന്റെ വള കാണാത്തതിൽ പരിഭ്രാന്തനായി. വള നഷ്ടപ്പെട്ട തനിക്ക് കുലത്തെ നയിക്കാനുള്ള അധികാരം നഷ്ടമാവുമെന്നറിയുന്ന കരിന്തണ്ടൻ മാനസികമായി തളർന്നു വീണു. ഈ അവസരം വിനിയോഗിച്ച് വെള്ളക്കാർ കരിന്തണ്ടനെ എന്നേക്കുമായി അവസാനിപ്പിച്ചു. ചതിയുടെ ഇരയായി മരണപ്പെട്ട കരിന്തണ്ടന്റെ ശരീരം ഇവിടെ കൊണ്ടുവന്നിരുന്നു എന്നും മുനീശ്വരന്റെ പ്രതിഷ്ഠയും കുട്ടിച്ചാത്തന്റെ പ്രതിഷ്ഠയും കരിന്തണ്ടന്റെ ആത്മാവും കൂടി ചേർന്ന് ഉഗ്രശക്തിയായി ആ ഭാഗത്ത് വെച്ച് പല അപകട മരണങ്ങളും ഉണ്ടായി എന്നും പറയപ്പെടുന്നു. ഒടുവിൽ ഏതോ ഒരു ആചാരി വന്ന് ആത്മാവിനെ ചങ്ങലയിൽ ആവാഹിച്ച് ലക്കിടിയിലെ ഈ മരത്തിൽ ബന്ധിക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഞങ്ങൾ ഈ മരവും പ്രതിമയും കാണാത്തതിന്റെ കാരണം ഈ മരത്തിന്റെ ചില്ലകൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഒരിക്കൽ ഈ കൊമ്പ് ഒരുപാട് വളർന്ന് വാഹനങ്ങളിൽ തട്ടുകയും ആളുകൾക്ക് ശല്യമാവുകയും ചെയ്തപ്പോൾ കൊമ്പ് മുറിക്കാൻ ഉത്തരവ് വന്നത്രേ. കൊമ്പ് മുറിച്ച ആളിന്റെ വലതു കൈ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ
ചെയിൻസോ മെഷീനിൽ കുടുങ്ങി രണ്ടായി മുറിഞ്ഞു. അതിൽ പിന്നെ ആരും ഇലയിൽ പോലും തൊട്ടിട്ടില്ല. ചരിത്ര നിയോഗത്തിന് കാരണക്കാരനായ കരിന്തണ്ടനെ ഈ ചങ്ങലമരമല്ലാതെ മറ്റൊരു സ്മാരകവും എവിടെയും കാണാനാവില്ല. പറഞ്ഞറിഞ്ഞ അറിവ് വച്ച് പടിഞ്ഞാറത്ര അയ്യപ്പൻ എന്ന കലാകാരൻ കരിന്തണ്ടന്റെ രൂപം തയ്യാറാക്കിയതാണിത്. താമരശ്ശേരി ചുരത്തിന് കരിന്തണ്ടന്റെ പേരിടണമെന്ന് വാദഗതിയും ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നു.